ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പാൻറ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് മാക്സിയിൽ നിന്ന്. അതിനുവേണ്ടി ഞാൻ അമ്മേൻ്റെ ഒരു മാക്സി ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സി ഇങ്ങനെ രണ്ടാക്കി മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ എത്രയാണോ പാൻറ്റിൻ്റെ ലെങ്ത്ത് ഉദ്ദേശിക്കുന്നത് അതിനെക്കാട്ടിയും ഒരു ഇഞ്ച് എക്സ്ട്രാ എടുക്കാം. അപ്പോൾ നമുക്കിവിടെ കട്ടിങ് മുകളിൽ നിന്ന് താഴേക്കോ അല്ലെങ്കിൽ താഴ്ന്ന് മുകളിലേക്കോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ താഴ്ന്ന് മുകളിലേക്കാണ് കട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമുക്ക് ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്യാം. അതിന് ഈ പിക്ചറിൽ കാണുന്നത് പോലെ ക്രോച്ചിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ പാൻറ് ഇടുന്ന ഭാഗം മുതൽ ബാക്കിലും ഫ്രണ്ടിലും കാലിൻ്റെ ഇടക്കൂട്ട ടേപ്പ് വെച്ചിട്ടോ വല്ല കയറ് വെച്ചിട്ടോ ഒക്കെ അളന്ന് നോക്കുക. അതിനുശേഷം നമുക്കതിൽ /2 ചെയ്യാം. ആ ഒരു അളവ് /2 ചെയ്തിട്ട് ഈ കാണുന്നത് പോലെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പം ഞാൻ മാർക്ക് ചെയ്യുന്നത് ഒരു ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് വിട്ടിട്ട് മാർക്ക് ചെയ്യുന്നത് അത് ബാൻഡ് മടക്കിയിട്ട് അവിടെ എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്യാപ്പാണ്. അപ്പോൾ അവിടെ അതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അവിടെ പാൻറ്റിൻ്റെ ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് അവിടെ വിട്ടിട്ട് മാർക്ക് ചെയ്യാൻ കാരണം ഇതുപോലെ നമ്മൾ പാൻറ്റ് ഇരുന്നാലൊക്കെ അല്ലെങ്കിൽ നമ്മൾ താഴേക്കൊക്കെ മടങ്ങിയ പാൻറ്റ് വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കട്ടിങ്ങാണത്. അപ്പം നമ്മളെ ക്രോച്ച് ഏരിയയിലേക്ക് പാൻറ്റ് കയറി നിന്നാലാണ് പാൻറ്റ് വിട്ടുപോകാണ്ടിരിക്കുക. അപ്പോൾ വണ്ണം കൂടുതലുള്ളവർ ഒരു 3 ഇഞ്ചൊക്കെ ആ ലൈൻ എടുക്കാം. ഞാനവിടെ ഇപ്പോൾ ഒരു 2.5 എടുത്തിട്ടുണ്ട്. മെലിഞ്ഞ വരാങ്ക ഒരു 2 എടുത്താലും മതി. അപ്പോൾ ഇതാണ് കട്ടിങ്. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി പാൻറ്റിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കട്ടിങ്ങും കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിപ്പം അവിടെയൊക്കെ സ്റ്റിച്ച് ഉണ്ടാവുമല്ലോ, മാക്സിൻ്റെ സ്റ്റിച്ചാണിത്. ആ സ്റ്റിച്ച് അയച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾ നല്ല സ്ലിം ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഈ മാക്സി നല്ല വലുതാണെങ്കിൽ ഇത്രയും മാക്സിൻ്റെ അളവ് വേണ്ടി വരില്ല. അപ്പോൾ ഒരു ടേപ്പ് വെച്ചിട്ട് നമ്മളെ ഹിപ്സിൻ്റെ ഏറ്റവും വൈഡായിട്ടുള്ള പാർട്ട് മെഷർ ചെയ്യുക. അത് മെഷർ ചെയ്തിട്ട് അത് /4 ചെയ്തിട്ട് ആ ക്രോച്ച് ഏരിയ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഒപ്പം 3 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ വേണം കട്ട് ചെയ്യാൻ. ഞാനിവിടെ ഈ മാക്സിൻ്റെ സൈഡിൽ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ 4 പീസ് കിട്ടും. ഇതേ ഷേപ്പുള്ള 4 പീസാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാണൊരു പാൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കട്ടിങ്. ഇതിൽ നമുക്ക് സിഗരറ്റ് പാൻറ്റ് പോലെ കാലിന് ഫിറ്റായി നിൽക്കുന്ന പാൻറ്റൊക്കെ വേണമെങ്കിൽ ഇതിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഷേപ്പ് ആക്കിയാലും മതിയാവും. പിന്നെ തയ്യൽ മെഷീൻ യൂസ് ചെയ്യാൻ അറിയാത്ത എൻ്റെ ഫ്രണ്ട്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ മെഷീൻ യൂസ് ചെയ്യേണ്ട വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതും കൂടി വാച്ച് ചെയ്ത് നോക്കുക. അപ്പം ഇങ്ങനെ 4 പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് എങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു പാർട്ട് എടുത്തിട്ട് ഇങ്ങനെ പിരിച്ചു വെക്കാം. അതിൻ്റെ നല്ല സൈഡ് കാണുന്ന രീതിയിൽ വേണം പിരിക്കാൻ. അതിനുശേഷം വേറൊരു പാർട്ട് എടുത്തിട്ട് അതിൻ്റെ നല്ല സൈഡ് ഇതിൻ്റെ നല്ല സൈഡിനോട് ചേർത്തിട്ട് വെക്കുക. ഇതുപോലെ വെച്ചതിന് ശേഷം നീറ്റായിട്ട് നല്ല എല്ലാം കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം ആ കാണുന്ന പോലെ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അവിടെ മാത്രം റൗണ്ടായിട്ട് വരുന്ന കേർവായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 പാർട്ടിൻ്റെയും അതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. അങ്ങനെ ഇത് കിട്ടിയതിന് ശേഷം ഇതിൻ്റെ നല്ല സൈഡും ഇങ്ങനെ അത് ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ നല്ല സൈഡ് ഉള്ള രീതിയിൽ വെച്ചതിന് ശേഷം മറ്റേ പാർട്ടിൻ്റെ നല്ല സൈഡ് ഇതിനോട് ചേർത്ത് വെക്കുക. ആ ക്രോച്ച് ഏരിയ നല്ലോണം വലിച്ച് പിടിച്ചതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അവിടെ കുടുങ്ങിപ്പോവാൻ പാടില്ല. അപ്പോൾ ഇതേപോലെ അത് ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം സെൻറ്ററും ചേർത്ത് വെച്ചിട്ട് കാലിൻ്റെ ഉള്ളിലെ ആ ഭാഗം താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 സൈഡിലും ആ 2 ക്ലോത്തും കണക്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ ഒരു V ഷേപ്പ് പോലെ വരും. അപ്പോൾ ഇവിടെയും പിന്നെ അടുത്ത കാലിൻ്റെതും അതേപോലെ വെച്ച് ക്രോച്ച് ചെയ്ത് നല്ല ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സൈഡ്, അപ്പോൾ നമുക്ക് ബാക്ക് സൈഡ് ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ 2 സൈഡ്സും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ തന്നെ ഒരു പാൻറ്റിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ടാവും. അപ്പോൾ 2 സൈഡും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അത് വേഗം സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. പിന്നെ ഇത് മാക്സിയിൽ മാത്രമല്ല, നമ്മളെ കയ്യിലുള്ള ഏത് മെറ്റീരിയലും നമുക്ക് ഇതുപോലെ പാൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം മൊത്തത്തിൽ നമുക്ക് ഇതുപോലെയാണ് പാൻറ്റ് കിട്ടിയിട്ടുള്ളത്. ഇപ്പം എല്ലാ ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഇതിൻ്റെ എലാസ്റ്റിക് വെക്കാം. വേസ്റ്റിൽ എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു മടക്ക് എലാസ്റ്റിക്, വീതിയുള്ള എലാസ്റ്റിക് ആണെങ്കിൽ ആ എലാസ്റ്റിക്കിൻ്റെ വീതിനെക്കാട്ടിയും കുറച്ച് കൂടുതലുള്ള രീതിയിൽ ഇത് മടക്കിയിട്ട് മൊത്തമായി റൗണ്ടായി സ്റ്റിച്ച് ചെയ്യുക. പക്ഷേ അവിടെ ഒരു ഇഞ്ചോളം ഗ്യാപ്പ് വിടണം. അവിടെ നിന്ന് തുടങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ ഒരു ഇത്തിരി ഗ്യാപ്പ് വിട്ടിട്ട് വേണം സ്റ്റിച്ച് നിർത്താൻ. അത് അത്രയൊരു ഗ്യാപ്പ് വിടണം സ്റ്റിച്ചിന്. എന്നിട്ട് റൗണ്ടായി വന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഗ്യാപ്പിലിട്ട് നമ്മൾ എലാസ്റ്റിക് ഉള്ളിലേക്ക് വെക്കാൻ പോവുകയാണ്. നമുക്ക് എലാസ്റ്റിക് ഇങ്ങനെ ഒരു പിന്ന് വെച്ച് കുത്തി കൊടുത്തിട്ട് ഉള്ളിലേക്ക് കയറ്റാം. എല്ലാവർക്കും ഞാൻ ചെയ്യുന്ന വീഡിയോ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയി പറയുന്നത്. ഒന്നും അറിയാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം അങ്ങനെ നമ്മൾ കയറ്റി എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ 2 ഭാഗത്തും എലാസ്റ്റിക് പിന്നെ ഈ കാണുന്ന പോലെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സൂചിയും നൂലും വെച്ച് തുന്നി കൊടുത്താലും മതിയാവും. അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ആ പാൻ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതിയാവും. അത് അതിൻ്റെ ഉള്ളിലേക്ക് പോകും. അങ്ങനെ ഉള്ളിൽ പിന്നെ അവിടെ നമുക്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സ്റ്റിച്ച് അടിച്ചു കൊടുക്കാം. അടിക്കാതെ വിട്ടാലും കുഴപ്പമൊന്നുമില്ല, അതവിടെ നിന്നോളും. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും എലാസ്റ്റിക് ചേഞ്ച് ചെയ്യണം എന്ന് തോന്നിയാലും അത് അതിലോട്ട് തന്നെ എടുത്തിട്ട് ചേഞ്ച് ചെയ്താലും മതിയാവും. പക്ഷെ എന്നാൽ സെക്യൂർ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കാലിൻ്റെ അറ്റത്തെ ഭാഗത്ത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൂസായിട്ട് ഇതുപോലെ പാൻറ്റ് ഇടാനാണ് ഇഷ്ടമുള്ളവരാണെങ്കിൽ മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. റൗണ്ടായിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ ഒരു ലുക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പം നമുക്ക് ഇനി കുറച്ചും കൂടി ഇതിവിടെ നിർത്തണ്ടായാലും കുറച്ചും കൂടി ഒരു എലാസ്റ്റിക്കൊക്കെ വെച്ചിട്ടൊരു പാൻറ്റാണ് റെഡിയാക്കേണ്ടത്. ഇതേപോലെ അത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഒരു എലാസ്റ്റിക് കയറ്റാനുള്ളൊരു വീതി അതിൻ്റെ ഉള്ളിൽ വിടണം. പിന്നെ നേരത്തെ വേസ്റ്റിന് ചെയ്ത പോലെ തന്നെ ഒരു ഇഞ്ച് ഗ്യാപ്പ് അവിടെ വിടുക. നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റായി റൗണ്ട് സ്റ്റിച്ച് ചെയ്യേണ്ട, അവിടെ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക 2 കാലിനും. അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എലാസ്റ്റിക് പിന്നിൽ കോർത്തിട്ട് ഇതേപോലെ ഈ പാൻറ്റിന് ചുറ്റും കയറ്റി കൊടുക്കുക. നമ്മൾ കാലിൻ്റെ ഒരു അളവ് എടുക്കുക. എലാസ്റ്റിക് എടുത്തിട്ടാകുമ്പോൾ നമ്മൾ കാലിൻ്റെ പാൻറ്റ് ഇരിക്കുന്ന ഭാഗത്ത് ഒരളവ് ചുറ്റിയിട്ടെടുക്കുക. അധികം ടൈറ്റ് ആവാത്ത രീതിയിൽ വേണം എലാസ്റ്റിക് എടുക്കാൻ. അതിന് ശേഷം അത് കട്ട് ചെയ്തെടുത്ത് അതിനെക്കാട്ടി ഒരു സെൻറ്റിമീറ്ററും കൂടി കൂട്ടിയെടുക്കുക. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ പിന്ന് കയറ്റിയിട്ട് പാൻറ്റിൻ്റെ 2 കാലിലൊട്ടിയും കയറ്റി ബാക്കി അവിടെ കംപ്ലീറ്റായി സെറ്റായി കൊടുക്കുക. അപ്പോൾ അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഇതുപോലെ കയറ്റി റൗണ്ടായിട്ട് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് ഇതുപോലെ പാൻറ്റിൻ്റെ എൻഡ് കിട്ടും. അതും കൂടി അവിടെ സെക്യൂർ ആക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.